ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പി ആയിട്ടാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. കുട്ടികൾക്ക് ടിഫിനിൽ കൊടുത്തു വിടാവുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല എളുപ്പമാണ് കേട്ടോ, ഇത് നല്ല ടേസ്റ്റുമാണ്. അതുപോലെ ഇതിൽ ഞാനൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ഫുള്ളായിട്ട് കാണണം കേട്ടോ. ആ ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഈ ഒരു പലഹാരത്തിന് ടേസ്റ്റ് കൂടുതലായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 7-8 എണ്ണം മാത്രമേ ഇതിൽ നമ്മൾ ആ 1 കപ്പ് ഗോതമ്പ് പൊടിയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെങ്കിൽ അതനുസരിച്ച് കൂടുതലായിട്ട് എടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ആ ഒരു ടൈമിൽ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുകൊക്കെ പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് ഇൻഗ്രീഡിയൻറ്റ് സവാളയാണ് എടുക്കുന്നത് കേട്ടോ. ഞാനിവിടെ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്, മീഡിയം സൈസ്. അത് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതിലൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക കേട്ടോ. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റും ഒരു ഫ്ലേവറും ഒക്കെ ആയിരിക്കും ഇതിന്. കറിവേപ്പിലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി കൂടി ചേർത്ത് എല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ചതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് അടച്ച് വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് തന്നെ അതൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ വേറെ പ്രത്യേകിച്ച് വെജിറ്റബിൾസോ അല്ലെങ്കിൽ ചിക്കനോ മട്ടനോ എഗ്ഗോ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇനി ഇതിലേക്ക് ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണിന് കുറവളവിൽ. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി കുറച്ച് ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ അധികം പച്ചക്കറി ഉപയോഗിക്കാത്തത് പോലെ തന്നെ നമ്മൾ അധികം മസാലപ്പൊടികളൊന്നും തന്നെ ഇതിന് യൂസ് ചെയ്യുന്നില്ല. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്കിത് ഇഷ്ടമാവുക തന്നെ ചെയ്യും. ഇനി ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വരുമ്പോൾ ഞാനിതിലേക്ക് ചേർക്കുന്നത് തേങ്ങയാണ്. ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ സവാളയോടൊപ്പം ഇതുപോലെ ഒരു സ്നാക്സിനോ അല്ലെങ്കിൽ പലഹാരത്തിനൊന്നും ഇങ്ങനെ തേങ്ങ ചേർക്കുന്ന പതിവില്ല. അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു തേങ്ങയാണ് ഈ ഒരു പലഹാരത്തിന് എക്സ്ട്രാ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഉള്ളി തോരനൊക്കെ തയ്യാറാക്കും, അല്ലാതെ തേങ്ങ വെച്ചിട്ട് സവാളയോടൊപ്പം വേറെ പ്രത്യേകിച്ച് കറികളൊന്നും അങ്ങനെ പതിവായിട്ട് ഉണ്ടാക്കാറില്ല. എനിക്കറിയില്ല. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി റെസിപ്പീസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, തേങ്ങയും ഉള്ളിയൊക്കെ വെച്ചിട്ട്. പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളത് ഉറപ്പായിട്ടും കുട്ടികളാണെങ്കിൽ അത് വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കും. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. തേങ്ങ ചേർത്തതിന് ശേഷം ഒരുപാട് സമയം അത് മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഉരുളക്കിഴങ്ങും മുട്ടയും ചിക്കനും ഒന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഞാനിവിടെ ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഓരോ ചെറിയ ബോൾസായിട്ട് എടുക്കാം. ഒരുപാട് വലിപ്പം വേണ്ട, ചപ്പാത്തിക്ക് അത്രയും വലിപ്പമൊന്നും എടുക്കേണ്ട. അതിൻ്റെക്കാട്ടും കുറച്ചുകൂടെ ചെറിയ അളവിൽ എടുത്താൽ മതി. അപ്പോൾ ഒരു 8-9 എണ്ണം നമുക്കിതിൽ നിന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ മാവ് എടുക്കുന്നതിൻ്റെ അളവിൽ വ്യത്യാസം വരും, അത്രയേ ഉള്ളൂ. ഇനി ഞാനിവിടെ ഒരു ചപ്പാത്തി പലക എടുത്തിട്ടുണ്ട്. അപ്പം ഗോതമ്പ് പൊടിയിലേക്കൊന്ന് മുക്കിയതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. പിന്നെ പരത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരുപാട് അങ്ങ് നൈസായിട്ട് പരത്തരുത്. അതുപോലെ ഒരുപാട് വലിപ്പത്തിൽ പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. പൂരിക്കൊക്കെ പരത്തുന്ന ആ ഒരു അളവിൽ പരത്തിയെടുത്താൽ മതി. ചപ്പാത്തി പ്രസ് ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും കേട്ടോ. അല്പം കട്ടിയായിട്ട് വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്, ചെറിയ അളവിൽ. അപ്പോൾ ഞാനിവിടെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം.
ഒരുപാട് വലിപ്പത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ മുകൾ ഭാഗം ഒരുപാട് കട്ടിയായിട്ട് കിട്ടും. അതുകൊണ്ടാണ് അധികം വലിപ്പത്തിൽ പരത്തരുതെന്ന് പറഞ്ഞത്. ഇനി കൈക്കുള്ളിൽ വെച്ച് തന്നെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതിയാകും കേട്ടോ. ഇനി പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല നൈസായിട്ട് കിട്ടും. ഇതുപോലെ നൈസാക്കി എടുക്കുക. അപ്പം നല്ല കനം കുറച്ച് പരത്തിയെടുക്കുന്നതിന് ഒരു കാരണമുണ്ട്. നമ്മളിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് അല്പം കൂടെ ഒന്ന് പെരുകി വരും. അപ്പോൾ അത് എണ്ണയിൽ എല്ലാ ഭാഗത്തും അത് നന്നായിട്ട് തന്നെ ഫ്രൈ ആവണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ നല്ല നൈസായിട്ട് നല്ല പരത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വശവും ഒരുപോലെ തന്നെ നമുക്കത് എണ്ണയിലിടുമ്പോൾ ഫ്രൈ ആയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് എണ്ണയിലിടുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നും വേണ്ട കേട്ടോ. കുറച്ച് എണ്ണ മതി. അതല്ലെങ്കിൽ നിങ്ങൾക്കിത് ആവിയിൽ വേവിച്ച് കഴിക്കാം. ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ആവിയിൽ വേവിച്ചും കഴിക്കാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല നൈസായിട്ട് കിട്ടുകയും ചെയ്യും. ആ ഫില്ലിങ് എല്ലായിടത്തും ഒരുപോലെ തന്നെ എത്തുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് അല്പം ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒന്ന് ചുട്ടെടുത്താലും മതി മുതിർന്നവർക്ക് കഴിക്കാനായിട്ട്. കുട്ടികൾക്കാവുമ്പോൾ മാത്രം കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വലിയൊരു പാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരുപാട് എണ്ണ ഒരുമിച്ച് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഞാനൊരു അല്പം എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ അല്പം കടുക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കറിവേപ്പില വേണമെങ്കിൽ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു ഫ്ലേവറൊക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്കിത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ഒരുപോലെ തന്നെ എണ്ണ കിട്ടുകയും അപ്പോൾ നന്നായിട്ട് അത് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. ഇത്രയും നൈസാക്കി എടുത്തിട്ടും അത് എണ്ണയിൽ കിടന്ന് വേകുന്ന സമയത്ത് അല്പം ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് തീരെ നൈസാക്കി എടുക്കാനായിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇത് ഇടുന്ന സമയം ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയത്തിൽ വയ്ക്കുക. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയത്തിൽ വയ്ക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു ഭാഗം കരിഞ്ഞു പോകും. നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ആവിയിൽ വേവിച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇത് ഡയറക്റ്റ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. തിരിച്ചും മറിച്ചിട്ട് 2-3 തവണയായിട്ട് തിരിച്ചും മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ടിഫിനിലൊക്കെ കൊടുത്തു വിടാം. എളുപ്പമാണല്ലോ ഇതിൻ്റെ ഫില്ലിങ്ങൊക്കെ തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ വേറെ വെജിറ്റബിൾസോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങോ നോൺ വെജ് അതായത് ചിക്കനോ മട്ടനോ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലുള്ള പലഹാരങ്ങളൊക്കെ തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. കണ്ടില്ലേ, ഇപ്പോൾ തന്നെ അതൊന്ന് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞ് നന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പലകയിൽ വെച്ച് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. കൈക്കുള്ളിൽ വെച്ചൊന്ന് പരത്തിയെടുത്താൽ മതിയാകും. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ. അതിൻ്റെ പുറഭാഗം നല്ല ക്രിസ്പിയാണ്. ഉള്ളിൽ നല്ല ടേസ്റ്റാണ് തേങ്ങ ചേർത്തത് കൊണ്ട് തന്നെ. അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിനെക്കുറിച്ചുള്ള കമൻറ്റ് അറിയിക്കാനൊന്നും മറക്കരുത്. അതോടൊപ്പം റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുള്ളൂ. അല്ലേ, നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.